തന്നെ പോലീസ് തടഞ്ഞു. പോലീസ് തടഞ്ഞിട്ട് ജലപീരങ്കി പ്രയോഗിച്ചു. നമ്മളൊന്ന് നോക്കൂ, ഒരു 5 മീറ്റർ പോലും ദൂരമില്ല ഈ ജലപീരങ്കി ഈ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ. വളരെ ശക്തമായിട്ട് ജലപീരങ്കി അടിച്ച് നമ്മുടെ പ്രവർത്തകർക്ക് ഇന്ന് പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ആ ചെളിവെള്ളമാണ് അടിച്ചിരിക്കുന്നത്. ഈ ആമയഞ്ചാൻ തോട്ടിൽ കിടക്കുന്ന ചെളിവെള്ളം കോരിക്കൊണ്ടുവന്ന് ഇവിടുത്തെ BJP പ്രവർത്തകരുടെ നേരെയാണ് ഇന്നിവിടെ ഈ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പോലീസ് ഇത്രയും നെറികെട്ട പ്രവർത്തനം നടത്തുകയാണ്. ഒരു തീവ്രവാദിയെ പിടിക്കും പോലെ രാത്രി സുഗതൻ്റെ വീട്ടിൽ കയറി, സുഗതൻ്റെ ഭാര്യയും 2 ചെറിയ കുട്ടികളും ഉണ്ടായിരുന്ന ആ സമയത്ത് വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി, വീട്ടിനകത്ത് വെടിവെപ്പുണ്ടാക്കി, ഒരു ദുരൂഹ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലീസ്. വട്ടിയൂർക്കാവിൽ വിപിൻ ഇവിടെ സർക്കിളായി വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിപിൻ ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചാർജ് എടുക്കുന്നത്. വട്ടിയൂർക്കാവ് പോലീസിൽ സർക്കിളായി ചാർജ് എടുത്ത അന്ന് മുതൽ തന്നെ ഈ പ്രദേശത്ത് CPMൻ്റെ ചട്ടുകമായിട്ടാണ് വിപിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടന്ന സമയത്തും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറയുകയും CPMന് വേണ്ട ഒത്താശ കൊടുക്കുകയും ചെയ്ത സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇത്തരത്തിൽ പോലീസുകാരെ മാറ്റി നിയമിക്കുന്നത് പക്ഷപാതപരമായി പെരുമാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ വിപിൻ ഇവിടെ വന്നത് ഇവിടെ മുൻ MLA ആയിട്ടുള്ള പ്രശാന്തിന് ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ലയോ ആ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ട് ഈ വട്ടിയൂർക്കാവ് പ്രദേശത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പോലീസ് നിയമം പാലിക്കേണ്ടവരാണ്, ക്രമസമാധാനം നടപ്പിലാക്കേണ്ടവരാണ്. പക്ഷേ വിപിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് അക്രമം അഴിച്ചുവിടുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ നമുക്കറിയാൻ സാധിക്കും. ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. കഴിഞ്ഞ ഒരു 4-5 മാസക്കാലമായി ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കും മറ്റ് രാഷ്ട്രീയ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർക്കും ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എത്ര സമരങ്ങളാണ് നടത്തിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ പ്രശ്നമാക്കി മാറ്റുന്ന ഒരു രീതിയാണ് വിപിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ യുവമോർച്ച ഇന്ന് വിപിൻ്റെ വീട്ടിലേക്ക് അതിശക്തമായിട്ടുള്ള ഒരു മാർച്ചാണ് നടത്തിയത്. നമുക്കറിയാം, ഈ മാർച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ പോലീസ് തടഞ്ഞു. പോലീസ് തടഞ്ഞിട്ട് ജലപീരങ്കി പ്രയോഗിച്ചു. നമ്മളൊന്ന് നോക്കൂ, ഒരു 5 മീറ്റർ പോലും ദൂരമില്ല ഈ ജലപീരങ്കി ഈ പ്രവർത്തകർ നിൽക്കുന്ന സ്ഥലവും തമ്മിൽ. വളരെ ശക്തമായിട്ട് ജലപീരങ്കി അടിച്ച് നമ്മുടെ പ്രവർത്തകർക്ക് ഇന്ന് പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ആ ചെളിവെള്ളമാണ് അടിച്ചിരിക്കുന്നത്. ഈ ആമയഞ്ചാൻ തോട്ടിൽ കിടക്കുന്ന ചെളിവെള്ളം കോരിക്കൊണ്ടുവന്ന് ഇവിടുത്തെ BJP പ്രവർത്തകരുടെ നേരെയാണ് ഇന്നിവിടെ ഈ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പോലീസ് ഇത്രയും നെറികെട്ട പ്രവർത്തനം നടത്തുകയാണ്.